അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا. صدق الله العظيم. ആദരണീയനും ഏറെ പ്രിയങ്കരനുമായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, സമസ്ത കേരള ബഹ്റൈൻ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ പ്രഗത്ഭനായ അധ്യക്ഷനും ഈ പരിപാടിയുടെ അധ്യക്ഷനുമായ ബഹുമാന്യനായ അലി മുസ്ലിം അവറുകളെ, ബഹുമാന്യനായ കുന്നോത്ത് കുഞ്ഞബ്ദുള്ള ഹാജി സാഹിബ് അവറുകളെ, ആദരണീയനായ സയ്യിദ് അസ്ഹർ തങ്ങൾ അവറുകളെ, ബഹുമാന്യനായ ഡോക്ടർ അഷ്റഫ് സാഹിബ്, ആദരണീയരായ സുന്നി ജമാഅത്തിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി അബ്ദുൽ വാഹിദ് സാഹിബ്, ട്രഷറർ കുഞ്ഞു മുഹമ്മദ് ഹാജി സാഹിബ്, ബഹുമാന്യനായ ഹംസ അൻവരി മോളൂർ തുടങ്ങി സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ, സംഘടനാ പ്രവർത്തകരെ, ഉമറാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, വിശിഷ്യ എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, നാം ഏറെ ആദരിക്കാൻ കടപ്പെട്ട ബഹുമാന്യനായ തങ്ങളവറുകൾക്ക് നൽകുന്ന ഈ സ്വീകരണ പരിപാടി നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നന്മകളും തിന്മകളും തൂക്കി നോക്കുമ്പോൾ നമ്മുടെ നന്മയുടെ തട്ടിന് ഏറെ ഭാരം നൽകുന്ന ഒരു നല്ല അമലായി ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സാധുക്കളായ നമ്മുടെ പക്കൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ തങ്ങളവറുകൾ നമ്മളോട് ഇവിടെ വന്ന് നേരിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. പാണക്കാട് തങ്ങന്മാർ പലതവണ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് പരിപാടികളിൽ നിങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. നാട്ടിൽ നമ്മുടെ ഒക്കെ പ്രദേശങ്ങളിൽ നിരന്തരം പല പരിപാടികളും അവർ പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നേരിട്ട് ഒരു സംഭാവന ചോദിച്ച ഒരു സംഭവം ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തേതായിരിക്കും. എന്താണതിന്റെ കാരണമെന്ന് വെച്ചാൽ, ആദരണീയനായ സമസ്ത കേരള ജംഇയ്യത്തുടെ ഉപാധ്യക്ഷനും ബഹുമാന്യനായ നമ്മുടെ ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ ആദരണീയനായ പിതാവുമായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനായ തങ്ങൾ അവറുകൾക്ക് അനുയോജ്യമായൊരു സ്മാരകം വേണം എന്ന ചിന്ത നേതാക്കന്മാർക്കിടയിൽ തന്നെ ഉയർന്നു വന്നു. അത് എവിടെയെങ്കിലും തങ്ങളെ പേര് എന്നും എഴുതി വെച്ചത് കൊണ്ട് ഫലല്ല. അത് ആ പേര് വായിക്കാനും തങ്ങളെ ഓർക്കാനും മാത്രമേ കാരണമാകൂ.
മറിച്ച് തങ്ങൾക്ക് തന്റെ ഖബറിന്റെ ലോകത്തേക്ക്, ബർസഖിയായ ലോകത്തേക്ക് സ്ഥായിയായി വലിയ പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കണം ആ തരത്തിലുള്ള ഒരു സ്മാരകം. അത് എന്ത് എന്ന് ചിന്തിച്ചപ്പോൾ മലബാറിലെ ആസ്ഥാന നഗരി മുസ്ലിം കേന്ദ്രമായ കോഴിക്കോട്, ആ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച മാവൂർ റോഡ്, അവിടെ അനുയോജ്യമായ ഒരു പള്ളി, നിസ്കരിക്കാനുള്ള ഒരു പള്ളി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എത്ര വില കൊടുത്താലും അവിടെ ഒരു കുറച്ച് സ്ഥലം കിട്ടി ഒരു പള്ളി അവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ തങ്ങളോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നന്ദി അത് തന്നെയായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിന് വേണ്ടി തങ്ങന്മാർ തന്നെ, പാണക്കാട് തങ്ങന്മാരാണ് ഇതിന്റെ കമ്മിറ്റിയിലെ പ്രധാനികളൊക്കെ, അവർ നേരിട്ട് മുൻകൈയെടുത്ത് ഈ തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി സ്ഥലം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ചില നല്ല കാര്യങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ പെട്ടെന്ന് കടന്നു വരുന്നത് കാണാൻ സാധിക്കാറുണ്ട്. ഇതുപോലെ ഈ പള്ളിക്ക് വേണ്ടി ആരോ സ്ഥലം കരുതി ഒരുക്കി വച്ചതുപോലെ KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ കിഴക്ക് വശത്ത് വേറെ അനുയോജ്യമായ 12.8 സെന്റ് സ്ഥലം നല്ലൊരു പ്ലോട്ടായി കിടക്കുന്നത് കണ്ടെത്തുകയും അത് പള്ളിക്ക് വേണ്ടി തരാൻ താല്പര്യമുള്ള നമ്മുടെ സ്വന്തം ആളുകൾ എന്നാണ് തങ്ങന്മാരോട് ഏറെ ആദരവുള്ള ആളുകളുടെ കൈവശമാണ് ആ സ്ഥലമെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ താല്പര്യപൂർവ്വം ഈ ആവശ്യത്തിന് വേണ്ടി ആ സ്ഥലം അവർ തരാൻ തയ്യാറായി എന്ന് മാത്രമല്ല, മാർക്കറ്റ് റേറ്റ് അവിടെ ഒരു സെന്റിന് 25 ലക്ഷം രൂപയുണ്ട്. പക്ഷെ കേവലം 17 ലക്ഷം രൂപയ്ക്ക് ഇത് ആ വിഷയത്തിനായതുകൊണ്ട് അവർ നൽകാൻ തയ്യാറാവുകയും അങ്ങനെ 2 കോടിയിലധികം സ്ഥലത്തിന് മാത്രം വലം വരുന്ന ആ സ്ഥലം കച്ചവടം ചെയ്യുകയും ഈ കഴിഞ്ഞ ജനുവരിയിൽ അത് കൊടുത്തു തീർത്ത് രജിസ്റ്റർ ചെയ്യാൻ നിശ്ചയിക്കുകയും ചെയ്തു. 1 കോടിയിൽ പരം രൂപ ഇതിനകം പിരിച്ചെടുത്തു കഴിഞ്ഞു, ബന്ധപ്പെട്ട കക്ഷികൾക്ക് കൊടുത്തു. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ഫുൾ സംഖ്യ ലഭ്യമായിട്ടില്ല. ഉടമകൾ അല്പം കൂടി സാവകാശം നൽകിയിട്ടുണ്ട്. ആ ലാൻഡ് എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി അനിവാര്യമായും ബാക്കി വരുന്ന തുക അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വന്ദ്യരായ തങ്ങളവர்கள் നേരിട്ട് നമ്മളെ സമീപിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തിന് 2 കോടിയിൽ പരം രൂപ വേണമെങ്കിൽ, ആ ഉദ്ദേശിക്കപ്പെട്ട പ്ലാൻ പ്രകാരമുള്ള പള്ളി സജ്ജമാക്കണമെങ്കിൽ ഒരു 3 കോടിയും ഏകദേശം 5 കോടിയിൽ പരം രൂപ ആവശ്യമായി വരും. ഇപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ വിലയാണ് ആവശ്യം. ഇതിന്റെ ഒരു രണ്ടാമത്തെ പ്രത്യേകത, തങ്ങന്മാർ നമ്മളോട് നേരിട്ട് കാശ് ചോദിക്കുന്നു എന്നതൊഴിച്ചാൽ രണ്ടാമത്തെ ഒരു ഘടകം, ഇത് തങ്ങളവരുടെ നാളത്തെ ഈ ജീവിതത്തിലേക്ക് സ്ഥായിയായി അതിന്റെ പുണ്യം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ കോഴിക്കോട് നഗരത്തിലെ പ്രധാന പള്ളികൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. പള്ളി പൂട്ടിയിടാത്ത സമയത്തൊക്കെ എപ്പോഴും അവിടെ 10, 100, 200, 300 ആളുകൾ പല ജമാഅത്തുകളായി വേറിട്ട് നിസ്കരിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ആ വലിയ അമലുകൾ സ്ഥായിയായി നടത്താനുള്ള സ്ഥലമാണ് നമ്മൾ ഈ വാങ്ങുന്നത്. എന്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, പള്ളിക്ക് വേണ്ടി നമ്മൾ വാങ്ങി ഒരു സ്ഥലം വഖഫ് ചെയ്താൽ അത് ഇലാ യൗമുൽ ഖിയാമ, അന്ത്യദിനം വരെ പള്ളിയുടെ സ്ഥലമായി തന്നെ കിടക്കും. അത് വകമാറി പോവുകയില്ല. അത് പള്ളി വഖഫിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ ബാബരി മസ്ജിദിന്റെ ലാൻഡ് എന്തൊക്കെ പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടും ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കാരണം, വഖഫ് ചെയ്താൽ അതിൽ കൈവെക്കാൻ ഒരാൾക്കും അവകാശമില്ലാതെ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ വന്ന ഏറ്റവും അനുയോജ്യമായ അവസരം, ഒന്ന് തങ്ങൾക്ക് സ്ഥായിയായി അതിന്റെ പുണ്യം കിട്ടുന്ന ഒരു സംവിധാനത്തിൽ നമ്മൾ സഹകാരികളാവുക. 2, തങ്ങൾ നേരിട്ട് നമ്മളോട് വന്ന് ചോദിച്ച് നേരിട്ട് നമുക്ക് ക്യാഷ് കൈമാറാനുള്ള അവസരം ലഭ്യമാവുക. മൂന്നാമത്തെ ഒരു വിഷയം,
നമുക്കൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും മരിച്ചുപോയവരുണ്ട്. നമ്മളേറെ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെട്ടവർ. അവർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ നാളത്തെ ജീവിതം ഓർത്തുകൊണ്ട് പടച്ചവനെ ആ പള്ളി നിൽക്കുന്ന ആ തിരക്ക് പിടിച്ച എപ്പോഴും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നഗരമധ്യത്തിലുള്ള ആ സ്ഥലത്തിന് വേണ്ടി ഒരു ചെറിയ പങ്ക് എന്റെ വകയാകട്ടെ എന്ന് വിചാരിച്ച് തീരുമാനിച്ച് അള്ളാഹുവിനെ വിചാരിച്ച് നൽകുകയാണെങ്കിൽ നമ്മൾ നാളെ മരിച്ചു പോകും. പക്ഷേ 100 കൊല്ലമല്ല, 10,000 കൊല്ലമല്ല, എന്ന് വരെ ലോകം നിലനിൽക്കുന്നോ അക്കാലം അത്രയും അതിന്റെ പുണ്യം നമ്മുടെ ഖബറിലേക്ക് ലഭ്യമായി കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു പള്ളി നമ്മൾ നിർമ്മിച്ചാൽ 100 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ പള്ളി പൊളിച്ചു പണിയേണ്ടി വരും. പക്ഷെ ലാൻഡ്, ഭൂമിക്ക് മാറ്റമില്ലല്ലോ, ഭൂമി സ്ഥായിയായി ഇങ്ങനെ തുടരുകയാണല്ലോ. അപ്പൊ ഈ നിലയിൽ നമുക്ക് ചെയ്യാൻ സാധ്യമായ ഏറ്റവും നല്ല പുണ്യം ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പറ്റുന്ന ആളുകൾക്ക് സഹകരിക്കാൻ പറ്റിയ അമൂല്യമായ അനർഘമായ ഒരവസരം. എന്നും എപ്പോഴും അവരിങ്ങനെ വരികയോ ബന്ധപ്പെടുകയോ ചോദിക്കുകയോ അതിന്റെ ആവശ്യം വരികയോ ചെയ്യില്ല. നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്, ചാൻസാണ്. അത് ചെയ്താൽ ഒരു സംശയവുമില്ല, ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. മരിച്ചവരുടെ പേരിൽ അല്ലെങ്കിൽ സ്വന്തത്തിന് വേണ്ടി ഇങ്ങനെ സ്ഥായിയായ സംഭാവന ചെയ്തു വെച്ചാൽ അതിന്റെ സ്ഥിരമായി അതിന്റെ പുണ്യം ഖബറിലേക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാനൊരു ചെറിയ സംഭവ ചരിത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇആനത്തുൽ ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, മഹാനായ അള്ളാഹുവിന്റെ സൂഫിവരൻ ഒരു സ്വപ്നം കണ്ട സംഭവം. മഹാന്മാരായ ഔലിയാക്കളുടെ സ്വപ്നങ്ങൾ സത്യമായിരിക്കും ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അദ്ദേഹം കണ്ട സ്വപ്നത്തിൽ പ്രവിശാലമായൊരു മക്ബറ, ഒരു ശ്മശാന ഭൂമിയാണ് സ്വപ്നം കണ്ടത്. ഖബറുകളിൽ നിന്ന് മുഴുവൻ ആളുകളേക്കും പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വന്ന് വക്കാനു എൽത്തക്കത്തൂന ഷൈഅ, എന്തോ അവർ പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുക. ഖബറിന്റെ പുറത്തു വന്ന് ഭൂമിയിൽ ഇങ്ങനെ പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. വക്കാന വാഹിദും യജ്ലിസു അല കുർസി, എന്ന കൂട്ടത്തിൽ ഒരാൾ രാജകീയമായ പ്രൗഢിയോടുകൂടി ഒരു കസേരയിൽ ഉപവിഷ്ടനായി അവിടെ ഇങ്ങനെ ശാന്തനായിരിക്കുകയാണ്. അയാൾ ഇവരുടെ കൂടെ ഒന്നുമില്ല. ഇദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബർസഖിയ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പുണ്യങ്ങൾക്ക് വേണ്ടി ഏറെ പ്രതീക്ഷിക്കുന്ന സമയമാണ്, കാത്തിരിക്കുന്ന സമയമാണ്. മുഅ്മിനീങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് അത്തരം സൽക്രമങ്ങളൊന്നും ആവശ്യമില്ലേ മറ്റുള്ളവർ ചെയ്യുന്ന? അദ്ദേഹം പറഞ്ഞു, അന ഗനിയ്യുൻ അൻ ദാലിക, എനിക്കതിന്റെ ആവശ്യമില്ല, അൽഹംദുലില്ലാഹ്. എനിക്ക് ഇറാഖിലെ ഇന്ന സ്ട്രീറ്റിലുള്ള ജിലേബി കച്ചവടം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു പൊന്നുമകൻ, ചെറുപ്പക്കാരൻ ഒരു മകനുണ്ട്. അവൻ ഖുർആൻ ഹാഫിളാണ്. വകാന യഖ്തിമുലി കുല്ല യൗമിൻ, ഓരോ ദിവസവും എന്റെ പൊന്നുമോൻ എനിക്ക് ഓരോ ഖത്തം ഖുർആൻ ഓതിക്കൊണ്ട് ഹദിയ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇത്ര കൃത്യമായി ഈ സ്വപ്നത്തിൽ നിർവചിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നേരം പുലർന്നപ്പോൾ നേരിട്ട് സത്യമാണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഇറാഖിലെ കൃത്യമായ സ്ട്രീറ്റ് പറഞ്ഞു കൊടുത്തു, കട പറഞ്ഞു കൊടുത്തു. ആ സ്ട്രീറ്റിൽ പോയി ആ കട അന്വേഷിച്ച് കണ്ടെത്തി നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വക്കാന യുഹർരികു ഷഫതൈഹി, ചുണ്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇയാളെ പരിചയപ്പെട്ട് സലാം പറഞ്ഞ് ചോദിച്ചു, സുഹൃത്ത്, എന്താണ് നിന്റെ ചുണ്ട് ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കെന്റെ പ്രിയപ്പെട്ട എന്റെ ഉപ്പയുണ്ടായിരുന്നു. എന്റെ എല്ലാമായിരുന്നു എന്റെ വാത്സല്യനിധിയായ ഉപ്പ. ഉപ്പ മരണപ്പെട്ടുപോയി. എന്റെ മരണപ്പെട്ടുപോയ ഉപ്പയ്ക്ക് എനിക്ക് ചെയ്യാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എനിക്ക് ഖുർആൻ മനപ്പാടാ. ഞാൻ ഈ കച്ചവടത്തിനിടയിൽ എല്ലാ ദിവസവും ഓരോ ഖത്തം ഖുർആൻ ഓതി തീർക്കും. എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാനത് ഹദിയയായി സമർപ്പിക്കും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമായി ഇത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞുപോയി, വീണ്ടും ഈ സ്വപ്നം ആവർത്തിച്ചു.